ഗൈസ്, അപ്പോൾ ഈ കരിഞ്ഞു പൊരിഞ്ഞ സാധനം എന്താണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. സംഭവം സൂപ്പർ സാധനമാണ് കേട്ടോ. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വേണ്ട സാധനം മെയിനായിട്ട് ബ്രെഡാണ്. ഒരു 4-5 ബ്രെഡ് മതി, നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ നമ്മളൊരു 4-5 ബ്രെഡ് എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് എന്താ വേണ്ടത്? തേങ്ങ, കുറച്ച് ചിരകി വെച്ച തേങ്ങയും കുറച്ച് പഞ്ചസാരയും വേണം. ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഇടാം കേട്ടോ. വീഡിയോ എടുക്കുന്നത് സ്വയം ആയതുകൊണ്ട് അതിൻ്റെ കുറേ കുറവുകളും മിസ്റ്റേക്കുകളൊക്കെ എല്ലാം ഒന്നല്ലേ, ആ സംഭവങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. വേറെ ഒന്നുമല്ല, കാരണം ഒരു കൈ കൊണ്ട് ഫോണും പിടിച്ച് ഒരു കൈ കൊണ്ടാണല്ലോ ഈ സാധനങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ പോവും, സ്വാഭാവികം. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഒരു 4-5 ബ്രെഡ്, കുറച്ച് തേങ്ങ, നമ്മുടെ ഇഷ്ടത്തിന് പഞ്ചസാര, മധുരം ഇഷ്ടമാണെങ്കിൽ മധുരം കൂടുതൽ ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നങ്ങോട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു പാറ്ററായിട്ട് കിട്ടും. അതിന് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിൽ കുറച്ച് ചെറിയ ബോളായിട്ട് ഒന്നിങ്ങനെ ഉരുട്ടിയെടുക്കുക. അങ്ങനെ ഇതെല്ലാം ഒരു 10 എണ്ണമൊക്കെ കിട്ടി ഈ ഒരു ഇതിൽ കേട്ടോ. അങ്ങനെ ഇതെല്ലാം ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മളൊരു പാൻ വെച്ചിട്ട്, പാൻ ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഓരോ ബോളും നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ വെച്ചതിൻ്റെ ഗുണമാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടത്. അല്ലാണ്ട് അതിന് ടേസ്റ്റ് ഒരു കുറവുമില്ല, ഒരു മൊരിഞ്ഞു എന്ന് മാത്രം, അല്ലാണ്ട് കരിഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷേ ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. കാരണം അത് കുക്ക് ചെയ്യാൻ അത്ര ചൂട് മതി. പക്ഷേ സംഭവം സൂപ്പറായിട്ടുണ്ടായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. ബൈ.